പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം ഇവിടെ പറയാൻ വൈകിയതിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ 1/2/2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് മൂത്രത്തിക്കല്ലായിരുന്നു. കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ടും അതിന് യാതൊരു കുറവുമില്ലായിരുന്നു. ഒരു ദിവസം ഭയങ്കരമായ വയറ്റുവേദന ഉണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ലേസർ ചികിത്സയല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ലേസർ ചികിത്സയ്ക്ക് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ സർജറി ചെയ്യാനായിട്ട് തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് ഇൻഫെക്ഷനായി, അത് വാഷ് ചെയ്ത് വിടാനേ ഇപ്പോൾ പറ്റുള്ളൂ, പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മരുന്ന് കൊടുത്ത് വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വയറ്റുവേദനയായി. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം ഹസ്ബൻഡിന് ഭയങ്കരമായ വയറ്റുവേദനയായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവനും ആൾ കിടക്കയിൽ തന്നെ കിടന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു കൃപാസനത്തിലെ ഉപ്പ് എനിക്ക് കലക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉപ്പ് കലക്കി കൊടുത്തു. വൈകിട്ട് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാതെ കിടന്നു. വൈകിട്ട് അത്താഴം എന്നോട് വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കല്ല് യാതൊരു കുഴപ്പവും കൂടാതെ ആൾക്ക് വലിയ വേദനകളൊന്നുമില്ലാതെ അത് പുറത്തു വന്നു. അത് എടുത്തു കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു അമ്മ മാതാവിൻ്റെ ഉപ്പ് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ അനാഥാലയത്തിലൊന്നും പോകുമോ അല്ലെങ്കിൽ എനിക്ക് അതിന് മുമ്പൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരെ കാണുമ്പോൾ ഒരു ദയ തോന്നും എന്നല്ലാതെ സന്ദർശിക്കാനോ അവരുടെ അടുത്ത് പോകാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അനാഥാലയത്തിൽ പോവുകയും അവരെ കണ്ട് സംസാരിക്കുകയും അവിടുത്തെ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള ക്ലീനിങ്, അതുപോലെ സാമ്പത്തിക സഹായം, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അതുപോലെ രോഗികൾക്കൊക്കെ പൈസ കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് പേപ്പർ കൊടുക്കുന്നതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ മടിയെ. പക്ഷേ പേപ്പർ കൊടുത്തു തുടങ്ങി എന്നോട് ഓരോരുത്തർ തിരിച്ച് കൃപാസനത്തെ പറ്റി മോശമായിട്ടല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എനിക്കൊരു നല്ലൊരു ശക്തി കിട്ടുകയും ഞാൻ മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചും എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അവരോട് പറയാനും അവരുടെ അടുത്ത് നന്നായിട്ട് കൃപാസനത്തെ അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനൊക്കെ ഉള്ള ഒരു ശക്തി ലഭിച്ചു. അങ്ങനെ ഞാൻ പേപ്പറുകൾ എല്ലാ വിധത്തിലുള്ള ആളുകളിലേക്കും എത്തിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത്, ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമുള്ള ബൈബിൾ വായനയേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ബൈബിൾ സ്വന്തമായിട്ട് വായിക്കുന്നുണ്ട്. അതിന് പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കി വായിക്കാനും ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ എനിക്കൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ കൊന്ത ചെല്ലാൻ, കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ, അതുപോലെ വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നി തുടങ്ങിയതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന കുർബാനയ്ക്ക് പോകുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കുർബാനയോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹവും ഒരു ഇഷ്ടവും ആദരവും ഒക്കെ ഉണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന കഴിവതും ഞാൻ മുടക്കാറില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഇനി എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അത്ഭുതവും അനുഗ്രഹവുമാണ് അത് മകൾ. എൻ്റെ പേര് ജുവൽ വിൽസൺ. ഞാൻ 2018 +2 പാസ്സായതാണ്. ഹയർ സ്റ്റഡീസിന് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യണമെന്നും പറഞ്ഞിരുന്ന ഞാൻ പെട്ടെന്നാണ് CA പഠിക്കണമെന്നും പറഞ്ഞ് പോയത്. എന്താണങ്ങനെ തോന്നിയതെന്ന് അറിയില്ല, പക്ഷെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. സയൻസ് പഠിച്ചിറങ്ങി ഞാൻ CA പഠിക്കാൻ പോയപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടോടെ തന്നെയാണ് ആദ്യത്തെ ലെവൽ ഫൗണ്ടേഷൻ പാസ്സായത്. പിന്നെ 2020 ഞാൻ ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തത്. 5 തവണ എക്സാം എഴുതിയിട്ടും പഠിച്ചതിന് യാതൊരു ഫലവുമില്ലാതെ നല്ല റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ഇത്രയും തവണ എക്സാം എഴുതി ഫെയിലായപ്പം വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ടെൻഷനായി. പിന്നെ എല്ലാവരും തന്നെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. നിനക്ക് പറ്റിയതല്ല, വേറൊരു ഫീൽഡ് നമുക്ക് നോക്കാം, നിർത്താൻ പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് പോകാനായിട്ടൊരു മനസ്സ് തോന്നിയില്ല. അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പരിചയമുള്ളവരെ കാണാനും കൂടെ പഠിച്ചവരെ പോലും മീറ്റ് ചെയ്യാനായിട്ട് മടിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഫെയിലിയേഴ്സ് എല്ലാം ഫേസ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം അമ്മ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി എന്നെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എന്നെ പോലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, ഒത്തിരി തവണ ഫെയിൽ ആയതുകൊണ്ട് ഭയങ്കര വിഷമമാണ്, പുറത്തൊന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയാണ് കൃപാസനത്തെ പറ്റി ആദ്യം പറയുന്നത്.
അപ്പോൾ ചേച്ചിക്ക് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങിയ ഒരു കാശ് രൂപം മോക്ക് കൊണ്ട് കൊടുക്ക്, അത് വെച്ച് പ്രാർത്ഥിക്കുക, എന്തായാലും മാതാവ് അനുഗ്രഹിക്കും, പറ്റുവാണെങ്കിൽ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. അമ്മ വീട്ടിൽ വന്ന് സംസാരിച്ചു. കാശ് രൂപം ഞാൻ ഇഷ്ടത്തോടു കൂടി തന്നെ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചു. അന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വൈകിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി, എന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ എക്സാം എന്തായി? ഇപ്പം ഞാൻ പറഞ്ഞു പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, വരുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് മുമ്പ് തന്നെ നീ കൃപാസനത്തിൽ പോകണം. അപ്പം എനിക്ക് പേടിയാണ്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, അത് ഉഴപ്പിപ്പോകുമോ, അതുവഴി ഒരു ശിക്ഷ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കണോ, അമ്മയെ കൊണ്ട് എടുപ്പിച്ചാൽ പോരെയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു പോരാ, നീ തന്നെ എടുക്കണം, എക്സാം നീ എഴുതുന്നത്, അപ്പോൾ നീ തന്നെ എടുക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് രണ്ടാമതൊരാളും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഈശോയെ ഇവിടെ വരാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ വീട്ടിലിത് സമ്മതിച്ച് ഉടനെ തന്നെ പോരാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തരണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ഞാനും കൂടി ഇരുന്നത് തീരുമാനിച്ചിട്ട് അച്ചാച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചാച്ച ഒരു തടസ്സവും കൂടാതെ പോയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ ഇവിടെ വരികയും, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബറിലാണ്. നവംബറിലാണ് ഞാൻ 6ാമത്തെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും എനിക്ക് ഒരാത്മവിശ്വാസവും ഇല്ല. എനിക്ക് ആകെയുള്ളൊരു വിശ്വാസം, ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മാതാവ് മാധ്യസ്ഥം വഹിച്ചോളൂ. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എക്സാമിന് പോയി. എഴുതിയ ഓരോ പേപ്പറും സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് നല്ല രീതിയിൽ എഴുതി എന്നുള്ളത് എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. എക്സാം ടൈമിലൊന്നും എനിക്ക് ഒരു എന്താ പറയുക, എക്സാം എഴുതുന്ന ഒരു ബോധ്യത്തിലല്ല ഇരുന്ന് എഴുതുന്നത്, ആരോ എനിക്ക് വേണ്ടി എഴുതുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ്, ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടി മാർക്കോടുകൂടി തന്നെയാണ് ഞാൻ പാസ്സായത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തത് മെയിലെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണ്. മെയിലെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ക്ലാസ്സുകൾ കൂടി തീർത്തുവെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു റിവിഷനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പാണ് ക്ലാസ് തീർന്നത്. ഈ 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നു, പനി വന്നു. പരീക്ഷയുടെ ഒരു 3 ദിവസം മുന്നേ എനിക്ക് വൈറൽ ഫീവറാണ്, നല്ല ബോഡി പെയിൻ ഉണ്ട്. അപ്പം നേരത്തെ ഹോസ്റ്റലിൽ പോയി നിന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നിട്ട് അത് പറ്റിയില്ല. പരീക്ഷയുടെ തൊട്ട് തലേദിവസമാണ് ഹോസ്റ്റലിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ തലേദിവസം ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കൃപാസനത്തിൽ ഒന്നും കൂടെ വരാം, ഉടമ്പടി എടുത്തത് പുതുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പുതുക്കുകയും എക്സാമിന് പോകാനുള്ളവർക്ക് അച്ഛനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛൻ്റെ പ്രെയർ കിട്ടുകയും ഒരു കാശ് രൂപം കിട്ടുകയും ചെയ്തു. അപ്പം ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത എക്സാമിന് വീണ്ടും ഞാൻ ഈ മാതാവിനെയും ഈശോയിനെയും കണ്ണടച്ച് വിശ്വസിച്ചാണ് പോകുന്നത്. നാളത്തെ എക്സാമിന് ഒരു വിധത്തിലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഇത് പാസ്സാകാൻ വേണ്ട രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ മാതാവ് ഈശോയും എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി. കിട്ടിയ ഹോസ്റ്റലിൽ ഒട്ടും താമസയോഗ്യമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നില്ല, ഒട്ടും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, ഫുൾ പൊടിയാണ്. അപ്പം പനിയായിട്ട് പോയ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. പിന്നെ കറണ്ട് ഇല്ല, ലാപ്പിൻ്റെ ചാർജ് തീരുന്നു, അങ്ങനെ ഒത്തിരി പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷയുടെ തലേദിവസം ഞാൻ നേരിടുന്നത്. അപ്പോഴും ഒരു PDF മാത്രം എടുത്ത് വെച്ച് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ നാളെ എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കോണം, ഇനി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാനൊരു 2 സാക്ഷ്യം എടുത്ത് കേട്ടു. കാശ് രൂപം മുറുകെ കൈ പിടിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ മാതാവിനെയും ഈശോയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് പൗച്ച് അല്ലാത്തതുകൊണ്ട് പെൻസിൽ, പെൻ, സ്കെയിൽ അതെല്ലാം നമ്മൾ കയ്യിലല്ലാതെ എടുത്തുകൊണ്ട് പോവാണ്. വാട്ടർ ബോട്ടിലും ഉണ്ട്. അപ്പോൾ ഉപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളത്തിനകത്ത് ഉപ്പിട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ കൊന്തയും കാശ് രൂപ എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും. ഈ 2 ഉടമ്പടി വസ്തുക്കളും മാതാവിനെ ഈശോയും കൂട്ടുപിടിച്ച് എക്സാമിന് പോയി. ക്ലാസ്സിൽ കേട്ട ഓർമ്മ വെച്ച് മാത്രമാണ് ഞാൻ ആ എക്സാം എഴുതിയത്. പഠിച്ച സബ്ജക്റ്റിനേക്കാൾ കൂടുതലും പഠിക്കാൻ പറ്റാതിരുന്ന സബ്ജക്റ്റാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് എഴുതിയത്. ഈ എക്സാമിന് റിസൾട്ട് വന്ന അന്ന് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം നമ്പർ അടിച്ചു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ട് അവൈറ്റിംഗ്, നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, കാരണം ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു, ഇനി ഒരു ഗ്രൂപ്പ് കൂടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ പാസ്സായോ എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, എത്ര ശ്രമിച്ചിട്ടും റിസൾട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും ടെൻഷനായി. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവ് അത്ഭുതം പ്രവർത്തിക്കാൻ ചിലപ്പം
നമ്മളെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പല ആവർത്തി ചൊല്ലി ഒരു പൂർണ്ണ കൊന്തയും ചൊല്ലി തിരിച്ച് വന്ന് റിസൾട്ട് നോക്കുമ്പം സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാകാനായിട്ട് 100 മാർക്കാണ് വേണ്ടത്. കറക്റ്റ് 100 മാർക്കോടുകൂടി തന്നെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായത്. അങ്ങനെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലും അത്ഭുതങ്ങളിലൂടെയും കടന്നുപോയാണ് ഞാൻ ഈ 2 എക്സാം പാസ്സായത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ഇത്രയും ടഫായിട്ടുള്ള കോഴ്സ് എടുത്തതെന്നുള്ളത്. എൻ്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താനും ഈശോയിലേക്കും മാതാവിലേക്കും കൂടുതൽ അടുപ്പിക്കാനും ഉള്ളൊരു മാർഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും എന്നൊക്കെ പറഞ്ഞാലും ഈശോയോടും മാതാവിനോടും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ഒരു ആത്മബന്ധത്തിലേക്ക് വന്നത് ഈ ഒരു ഉടമ്പടി എടുത്ത് ഓരോ അനുഗ്രഹങ്ങളും കിട്ടിയതിന് ശേഷമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും യോഗ്യതയോടും ശ്രദ്ധയോടും കൂടെ പങ്കെടുക്കണം എന്നുള്ളൊരു ബോധ്യവും തീക്ഷ്ണമായ ആഗ്രഹവും വന്നത് ഉടമ്പടിക്ക് ശേഷമാണ്. ജപമാല ചെല്ലുന്നതിലും ബൈബിൾ വായിക്കുന്നതിലും ഒക്കെ താല്പര്യം കാണിച്ചു തുടങ്ങിയതും ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് വരുമാനം ഒന്നും ആയിട്ടില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇനി ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ആയാൽ മാത്രമേ എനിക്കൊരു വരുമാനം ആകുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു എമൗണ്ട് വെച്ച് ഞാൻ പറ്റുന്നവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോ എനിക്ക് ഇത്രേ ഉള്ളൂ സാഹചര്യം, അപ്പം ഞാൻ ഇതിൽ നിന്ന് ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തി നീ എനിക്കൊരു യോഗ്യതയായിട്ട് കണക്കാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് സഹായങ്ങൾ ചെയ്യും. പിന്നെ പത്രം കൊടുക്കാൻ മടിയില്ലാതെ തന്നെ ഇഷ്ടത്തോടു കൂടെ തന്നെ പത്രം കൊടുക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ പത്രങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണേ, എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു പത്രം പോലും ആരും ഇതുവരെ നിരസിച്ചിട്ടില്ല. ഒരുപാട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പത്രം പോലും ആരും നിരസിച്ചിട്ടില്ല. എല്ലാവരും ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്, ഇഷ്ടത്തോടെ വാങ്ങിയിട്ടാണുള്ളത്. ഈ ഒരു ആത്മീയ വളർച്ച എനിക്ക് ഉടമ്പടിയിലൂടെ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.